ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ഈസി പീസി മുട്ട മസാലയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. അപ്പം നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോയാലോ? ഇതിനായിട്ട് ഞാനൊരു 8 മുട്ട എടുത്തിട്ടുണ്ട്. അതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടിയിട്ട് നമ്മളിവിടെ ബോയിൽ ചെയ്യാൻ വെക്കുവാണ്. പാചകം അറിയാൻ വയ്യാത്തവർക്കും പാചകം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് അത് എടുത്തു പറഞ്ഞത്. ഇപ്പം 5 മിനിറ്റ് നന്നായിട്ട് ബോയിൽ ചെയ്ത മുട്ട ഞാനിവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ ചൂടുവെള്ളം ഒന്ന് കളഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു വെക്കണം. മുട്ട നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴാണ് പെട്ടെന്ന് അതിൻ്റെ തോടിളകി കിട്ടുന്നത്. എന്നിട്ട് നമുക്ക് ഇനിയൊരു മസാല തയ്യാറാക്കി എടുക്കണം ഈ മുട്ടയിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മുഴുവൻ മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു, നല്ല ജീരകം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക്, 1 ഉണക്കമുളക്. ഈ മസാല നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ പൊടിച്ചെടുക്കണം, അപ്പോഴാണ് ഈ റോസ്റ്റ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. വളരെ പെട്ടെന്ന് അത് ചെയ്തെടുക്കാനും പറ്റും. ഇത് പെട്ടെന്ന് റോസ്റ്റായി കിട്ടും കേട്ടോ. ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി, എണ്ണയൊന്നും ചേർക്കണ്ട. എന്നിട്ട് ഇതൊരു കല്ലിലിട്ട് ഞാൻ കുത്തി പൊടിച്ചെടുക്കാൻ പോവാണ്. പെട്ടെന്ന് അത് പൊടിച്ചെടുക്കാൻ പറ്റും. നിങ്ങളുടെ അടുത്ത് കല്ലില്ലെങ്കിൽ ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഒരുപാട് ഫൈൻ പൊടിയാക്കണ്ട. അല്ലേ, ഇതിപ്പോൾ പെട്ടെന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ മുട്ടയൊന്ന് 2ആയിട്ട് മുറിച്ചെടുക്കണം. 2ആയിട്ട് മുറിച്ചാൽ മതി കേട്ടോ. ഏത് ഷേപ്പിൽ വേണേലും നിങ്ങൾക്ക് അത് മുറിച്ചെടുക്കാം. എന്നിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ 1 കഷ്ണം ബട്ടറാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ ഗീ ചേർത്ത് കൊടുത്താലും മതി. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ തന്നെ ചേർക്കാൻ ശ്രമിക്കുക, അതാണ് ഇതിന് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ എന്നിട്ട് ഈ മുട്ടയെല്ലാം ഇതിൻ്റെ ബട്ടറിൻ്റെ മുകളിലേക്ക് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുവാണ്. നിരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പൊന്ന് തൂകി കൊടുക്കുന്നുണ്ട്. 1 മിനിറ്റ് എന്നിട്ട് ഒരു സൈഡ് ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കഴിഞ്ഞ് വീണ്ടും ആ സൈഡ് 1 മിനിറ്റ് ഒന്ന് ഡണ്ണായി കഴിയുമ്പോൾ അത് വീണ്ടും ഒന്ന് തിരിച്ച് മറിച്ചെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ തയ്യാറാക്കി വെച്ചേക്കുന്ന മസാല തൂക്കി കൊടുക്കുവാണ്. അതുപോലെ തന്നെ 1 സവോള അരിഞ്ഞ് വെച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു സവോളയാണ്. പിന്നെ കുറച്ച് മല്ലിയില കൂടി ഇതിൻ്റെ മുകളിൽ തൂക്കിയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് വേണ്ടത് കുറച്ച് ചതച്ച മുളകാണ്. ഒരു 1/4 ടീസ്പൂണിലും താഴെ. ഇതെല്ലാം കൂടെ പൊടിയാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി ഈ ഉള്ളിയൊക്കെ ഒന്ന് ഇതിനകത്ത് കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. മസാലയൊക്കെ എല്ലായിടവും പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. സോ നമ്മുടെ ഒരു വെറൈറ്റി എഗ് മസാല, വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. എഗ് മസാല റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയുമാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട്, ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ സൈഡ് ഡിഷായിട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ടറായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് പകർന്നിട്ട് ഇത് കാണിക്കാം, ഇതിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? നല്ല അടിപൊളി ലുക്കല്ലേ? ലുക്ക് മാത്രമല്ല കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ. അതുപോലെ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യണേ. അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു, ബൈ.